ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആണേ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ന് പടിക്ക് കൂടെ വന്നപ്പോൾ ചെമ്മീൻ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ചെമ്മീൻ തന്നെയായിരുന്നു. അപ്പോൾ വാങ്ങി. അപ്പോൾ ഇതേ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ഫ്രൈ അപ്പോൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പല രീതിയിലും ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ അതിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ചെമ്മീൻ ഫ്രൈ അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെമ്മീനൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്തുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ പുരട്ടി നന്നായി മസാല അതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂണിലധികം, 1/2 ടീസ്പൂൺ ഇല്ല, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1 സ്പൂൺ വിനാഗിരി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുനാരങ്ങ നീര് ചേർത്തോളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളമായാലും കുഴപ്പമില്ല. അതുപോലെ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അരിപ്പൊടി ഇതെല്ലാം ഇട്ട് അതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മസാലയൊക്കെ അതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു. ഒന്നിച്ച് നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എന്നാലും ഞാൻ ഓരോന്നങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുത്തത്. അപ്പോൾ നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ച് വേണമെങ്കിൽ നമുക്കങ്ങനെ വറുത്തെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ തുറന്ന് വച്ചും വേവിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ചെറു തീയിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരു സ്പൂണോ എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ആ ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇത് ഏകദേശമൊക്കെ വേവൊക്കെ ആയി കഴിഞ്ഞു എന്ന് കണ്ടാൽ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ കോരിയെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ എന്തുകൊണ്ടെന്ന് ഞാൻ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെമ്മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നേരെയാക്കി എടുക്കണമെങ്കിൽ സമയം പിടിക്കില്ല. അങ്ങനെ നേരെയാക്കി കുറേ ചെമ്മീൻ ഉണ്ടെങ്കിലും അത് വറുത്ത് കോരി എടുക്കുന്ന ചെമ്മീൻ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചുങ്ങി പോവില്ലേ. അപ്പോൾ അത് അറിയാലോ നിങ്ങൾക്ക്, ചുരുണ്ട് പോകും അതിങ്ങനെ. അപ്പോൾ ഞാൻ മുറിച്ചൊന്നുമില്ല. ഒന്നായിട്ടുള്ള ചെമ്മീൻ അങ്ങനെ തന്നെയാണ് ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കൊണ്ട് മുരിങ്ങക്കായ ഇട്ട് കറി വയ്ക്കും. അതുപോലെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കും. ഇവിടെ മിക്കവാറും ചെമ്മീൻ റോസ്റ്റ് തന്നെ ഉണ്ടാക്കാറുള്ളത്. ചെമ്മീൻ ഇവിടെ ആയിട്ടുള്ള സമയത്ത് ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല. കാരണം നമുക്ക് അത് വാങ്ങിക്കുമ്പോൾ ആൾ വേറെ ഒന്നും കഴിക്കില്ല, മീനൊന്നും കഴിക്കില്ല. പക്ഷേ ഈ ചെമ്മീൻ കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു ആൾക്ക് മേടിക്കുന്നതല്ലേ എന്നുള്ളൊരു ടെൻഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇതേ നമ്മുടെ ഞെക്കിക്കുട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ശരി വാങ്ങിക്കാം. പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇന്നിപ്പോൾ എല്ലാവർക്കും പാചകമൊക്കെ അറിയാം. ഇനി അറിയാം അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കില്ലേ നല്ലത് വെച്ചിട്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്വയം പെട്ടെന്ന് നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ട് ആ ഒരു നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഉപ്പും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം പാകത്തിനായിട്ടാകുമ്പോൾ പിന്നെ നല്ല മുരിഞ്ഞിട്ടാകുമ്പോൾ അവർക്കൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമാവും. ചീസ് ഉണ്ടാക്കും. അപ്പോൾ അത് ചെയ്യാറുള്ളൂ. അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു. അപ്പോൾ നിങ്ങളും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈ ചെമ്മീൻ ഫ്രൈ നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കൂ.